നന്ദിയാൽ എന്നുള്ളം പൊങ്ങുന്നേ വല്ലഭാനി സ്നേഹമോർക്കുമ്പോ വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. വർണ്ണിച്ചിടാൻ സാധ്യമല്ലത് എൻ ജീവിതത്തിൽ ചെയ്ത ക്രിയകൾ. ഇവിടെ പറയുന്നു, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. ഇവിടെ രണ്ട് പേരുടെ കാര്യം പറയും. ഒരുത്തൻ പ്രസംഗിക്കുന്നു, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു, അല്ലേ? അപ്പൊ പ്രസംഗിക്കുന്നവൻ എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെ. അപ്പൊ പ്രസംഗിക്കുന്നവന് അവനിൽ നിന്ന് ഒന്നും പ്രസംഗിക്കുവാനില്ല, അല്ലേ? ഈ തിരുവചനം ദൈവം നമുക്ക് എന്ത് തന്നിരിക്കുന്നുവോ അതിൽ നിന്നുള്ളതല്ലാതെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പ്രസംഗിക്കുന്നവന്റെ കയ്യിലൊന്നുമില്ല, അല്ലേ? അപ്പൊ പ്രസംഗിക്കുന്നവൻ അതല്ല ഏത് ശുശ്രൂഷ തന്നെ ആയിരുന്നാലും. ഇപ്പൊ പ്രബോധിപ്പിക്കുന്നു, ഞാൻ ഇവിടെ ഇപ്പൊ നീക്കിയിരുന്നു പ്രബോധിപ്പിക്കുന്നു. ഞാൻ പ്രബോധിപ്പിക്കുന്നത് എന്റെ സ്വന്തത്തിൽ നിന്നെടുത്ത് ഒന്നും നിങ്ങൾക്ക് തരാനില്ല. എന്താണ്? ഇതിലെന്ത് പറയുന്നുവോ ഇതിലുള്ളത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ അതാ പറയുന്നത്, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണവും ആകട്ടെ. അപ്പൊ പ്രസംഗിക്കുന്നവനായിരുന്നാലും ശുശ്രൂഷിക്കുന്നവനായാലും അവനിൽ പ്രശംസിക്കാനായിട്ട് യാതൊന്നുമില്ല. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഞാൻ നല്ല പ്രസംഗിച്ചു, അല്ലേ? ചിലപ്പോൾ നമ്മൾ പാട്ട് പാടും. അപ്പൊ നമ്മുടെ ഉള്ളം എന്തെങ്കിലും പോകും, ഞാൻ നല്ലതുപോലെ പാടി. എന്താണ് പാടിയത്? കർത്താവ് നമുക്ക് കൃപ തന്നില്ലെങ്കിൽ ഒരു വാക്ക് നമുക്ക് ശരിക്കാൻ കഴിയും, അല്ലേ? നമ്മളുടെ വരുന്ന ഈണമായിരുന്നാലും നമ്മൾ ചിലപ്പോൾ ഈണമില്ലായിരിക്കും, ദൈവ കൃപയാലായിരിക്കും നമ്മൾ പാടുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരുന്നാലും ദൈവം നമുക്ക് തരുന്ന പ്രാപ്തിക്കൊക്കെ. തിരുവചനം പ്രസംഗിക്കുന്നവൻ ഇപ്പൊ ദൈവവചനം പ്രസംഗിക്കുന്നു, പ്രബോധിപ്പിക്കുന്നു, ഈ ബൈബിളിൽ നിന്നും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നു, ഈ ബൈബിളിൽ നിന്നും അല്ലെങ്കിൽ ഈ ദൈവത്തിന്റെ അരുളപ്പാട് അടങ്ങിയിരിക്കുന്ന ഈ തിരുവചനത്തിൽ നിന്നും നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്താലും അത് നമ്മളിൽ നിന്നൊന്നുമല്ല. കർത്താവ് ഇതിൽ എന്ത് തന്നിരിക്കുന്നുവോ അതിൽ നിന്നല്ലാതെ എടുത്ത് നമുക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് പ്രശംസിക്കാനൊന്നുമില്ല. നമ്മൾ പ്രസംഗിച്ചാലും നമ്മൾ പ്രബോധിപ്പിച്ചാലും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചാലും നമ്മൾ എന്ത് ശുശ്രൂഷ ചെയ്തിരുന്നാലും പ്രശംസിക്കുവാൻ നമുക്ക് യാതൊന്നുമില്ല. എന്താണ്? കർത്താവിന്റെ അരുളപ്പാടാണ് നമ്മൾ പറയുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് പ്രസംഗിക്കുന്നവന് ഒന്നുമില്ല. ഒരുത്തർ ശുശ്രൂഷിക്കും. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും, ശുശ്രൂഷിക്കുന്നവർ ഒരുപാട് പേര് ഇവിടെ സഭയിൽ ശുശ്രൂഷകരായിട്ടിരിക്കും. കാരണം ഇപ്പൊ മനു രാവിലെ വന്നവർ എന്തെല്ലാം ചെയ്യുന്നറിയാം, ആരും അറിയുന്നില്ല. അവിടെ വരുന്ന കസേരകളെല്ലാം നമ്മൾ വന്നിരിക്കുന്നു, സുഖമായിട്ട് നമ്മളെല്ലാവരും വന്നിരിക്കുന്നല്ലേ. പക്ഷേ അതിന് വേല ചെയ്യുന്ന ഒരാളുണ്ട് ഇവിടെ, അല്ലേ? അപ്പൊ അവൻ ശുശ്രൂഷിക്കുന്നു, അവൻ അത് ചെയ്യുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളം ആര് കൊണ്ടുവച്ചിട്ടല്ല, അവൻ ചെയ്യുന്നത്. നമ്മളതൊക്കെ ഓർക്കണം. അപ്പൊ അവന് ശുശ്രൂഷിക്കുന്നു, അവൻ ഇത് ശുശ്രൂഷിക്കുന്നെങ്കിലും അവനും പ്രശംസിക്കാനൊന്നുമില്ല. എന്താണെന്നറിയാമോ? അത് ദൈവം അവന് കൊടുത്ത കൃപയാ, അല്ലേ? അവന് ആരോഗ്യം ദൈവം കൊടുത്തത് കൊണ്ട് അവൻ അത് ചെയ്യാനുള്ള ഒരു മനസ്സും അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എനിക്കിത് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം അത് ദൈവം കൊടുത്തതാണ്. അപ്പൊ അവൻ ഒരുത്തൻ പ്രസംഗിച്ചാലും ഒരുത്തൻ ശുശ്രൂഷിച്ചാലും പുകഴുവാനായിട്ടോ പ്രശംസിക്കാനായിട്ടോ നമ്മളിൽ ആർക്കും ഒന്നുമില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറയാം, ഇപ്പൊ എന്റെ മോൻ ഇതുവരെ രക്ഷിക്കപ്പെട്ടില്ല, ഞാൻ വർഷങ്ങൾ കൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവന്റെ സമയത്ത് ദൈവത്തിന്റെ തക്ക സമയത്ത് അവനെ കൊണ്ടുവരും എന്നുള്ളത് നിശ്ചയമാണ്, എനിക്ക് ഉറപ്പുള്ളത്. പക്ഷെ ഞാൻ അന്ന് പറയും, ഞാൻ ഇത്ര വർഷം കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ എത്ര വർഷം കൊണ്ട് ഞാൻ എന്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന ഒന്നുമല്ല, കർത്താവിന് അവനെ കൊണ്ടുവരണമെന്നൊരു സമയമുണ്ട്. അപ്പൊ ഞാൻ അവിടെ പുകഴുകയാണെങ്കിൽ ആരായി? ഞാൻ എന്നെ പൊക്കുകയാണ്, അല്ലേ? ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എൻ്റെ മകൻ ദൈവസന്നിധികൾ, ഒന്നുമല്ല. അവിടെയും പുകഴുവാൻ നമ്മുടെ ഒരു പ്രാർത്ഥനയും നമ്മുടെ ഒരു പ്രവൃത്തിയും നമുക്ക് പുകഴുവാനില്ല. ഞാൻ എന്ത് ചെയ്തിരുന്നാൽ, ഇന്ന് ഞാൻ സുവിശേഷം പറയുമ്പോൾ ദൈവം എന്നെ ബലപ്പെടുത്തിയത് കൊണ്ടാണ്, എന്റെ കാലുകളെ കർത്താവ് ബലപ്പെടുത്തിയതുകൊണ്ടാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിടന്നിരുന്നു എനിക്ക് എന്ത് ചെയ്യുമായിരുന്നല്ലേ? എനിക്ക് ഇറങ്ങി പോകാൻ പറ്റൂല. അപ്പൊ അവിടെ എനിക്ക് പുകഴുവാനൊന്നുമില്ല, അല്ലേ? ഞാൻ മറ്റൊരു വേലയില്ല. ഇവിടെ പാത്രം കഴുകുന്നവരുണ്ട്, തൂക്കുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. ദൈവസഭയില് പരസ്പരം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിലൊന്നും നമുക്ക് പുകഴുവാനോ പ്രശംസിക്കുവാനോ ഒന്നുമില്ല. നാവെടുത്ത് നമ്മൾ ഒരു വാക്ക് പറയണമെങ്കിൽ കർത്താവ് നമുക്ക് നാവ് തന്നു. എത്രയോ പേര് സംസാരിക്കാത്തവരുണ്ട്,
അപ്പൊ നമ്മൾ സംസാരിക്കുന്നതും നമ്മൾ ശുശ്രൂഷിക്കുന്നതും സകലതും എന്തുകൊണ്ട് കർത്താവ് നമുക്ക് തന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം പോലെയും ആകട്ടെ. എല്ലാത്തിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. ദൈവം മഹത്വപ്പെടണം. നമ്മൾ എന്ത് ചെയ്തിരുന്നാലും യേശുക്രിസ്തു മൂലം ദൈവമേ നീ മഹത്വപ്പെടണം, നീ മഹത്വപ്പെടണം. ഒരു മഹത്വം, ഒരു വാക്കുകൊണ്ടോ ഒരു പ്രവൃത്തി കൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ കർത്താവേ ഞാൻ മഹത്വം എടുത്തുവാൻ ഇടവരല്ലേ. നമ്മളെ തന്നെ താഴ്ത്തണം. യേശുക്രിസ്തു മൂലം കർത്താവേ നീ മഹത്വപ്പെടണം. ഞാൻ എന്ത് ചെയ്തിരുന്നാലും ദൈവമേ നീ മഹത്വപ്പെടണം എന്നുള്ളത് അല്ലാതെ യാതൊരു നമ്മുടെ ചിന്തയിലോ നമ്മുടെ പ്രവൃത്തിയിലോ നമ്മുടെ ഹൃദയത്തിൽ പോലും നമ്മൾ മഹത്വം എടുക്കണം. എന്താണ്? നമ്മൾ ദൈവത്തിന്റെ സ്ഥാനം നമ്മൾ വഹിക്കരുത്. നമ്മൾ എപ്പോഴും ഭയത്തോടെ വിറയലോടെ ആയിരിക്കണം ചെയ്യേണ്ട. അടുത്ത വാക്കും ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ആമേൻ പറഞ്ഞു നിർത്തി എന്ന് വെച്ചാൽ ആമേൻ, അതെ 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 കർത്താവേ, മഹത്വം നിനക്കുള്ളത്, ബലം നിനക്കുള്ളത്, സകലതും നിനക്കുള്ളത്. ഞാൻ എന്ത് ചെയ്തിരുന്നാൽ കർത്താവേ സകല മഹത്വം നിനക്കുള്ളതാണ്. എല്ലാ ദൈവവചനം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അടുത്തതിൽ നമ്മൾ വായിക്കുന്നത് 10ാമത്തെ വാക്കും കൂടെ നോക്കാം. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കും. അന്യോന്യം അല്ലേ? എന്താണ്? ഓരോരുത്തർക്ക് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപ. എന്താണ് വരം നമുക്ക് തന്നിരിക്കുന്നത്? അത് നമ്മൾക്ക് എന്തെങ്കിലും കർത്താവ് നമ്മൾ കൊടുത്തിട്ടാണോ? കൃപയാലാണ് നമുക്ക് തന്നിരിക്കുന്ന സകലതും. എന്നാൽ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരാണ്. നമുക്ക് തന്നിരിക്കുന്ന സകലതും കർത്താവിന്റെ കൃപയാണ് അല്ലെ? നമുക്ക് അർഹിക്കുന്ന കാര്യം ഒന്നുമല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അതവന്റെ കൃപ മാത്രം. ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം അല്ലെ? അപ്പൊ ഓരോരുത്തരും വിവിധമായുള്ള ദൈവകൃപ തന്നിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കർത്താവ് കൃപ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അത് കർത്താവ് എനിക്ക് തന്ന കൃപ എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കണം അല്ലെ? ഞാൻ മനസ്സിലാക്കിയിട്ട് ഇപ്പൊ ക്രിസ്തു തലയും നമ്മളെല്ലാവരും അവന്റെ അവയവങ്ങളുമാണ് അല്ലെ? ഇപ്പൊ നമ്മുടെ കർത്താവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിരിക്കുന്ന ഈ സഭ, ഷീബ കൈയായിരിക്കും, ചിലപ്പോ ഞാൻ നാവായിരിക്കും അല്ലെ? മറ്റൊരാൾ കണ്ണായിരിക്കും, മറ്റൊരാൾ കാലായിരിക്കും. ക്രിസ്തുവിന്റെ സഭയാകുന്ന ഈ ശരീരം അവരവരുടെ വേല, ദൈവം ഏൽപ്പിക്കുന്ന വേല തക്ക സമയത്ത് ചെയ്തില്ല എങ്കിൽ ഇവിടെ ഒരു കുറവ് വരും അല്ലെ? ഈ സഭയില് ഇവിടെ പറയുന്നതാണ് ഓരോ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി, ഈ ദൈവസഭയുടെ ഈ ഗൃഹത്തിന്റെ നല്ല ഗൃഹവിചാരകന്മാരായി. ഒരുവൻ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവന് കൊടുത്തിരിക്കുന്ന കൃപ അവിടെ നഷ്ടപ്പെടരുത്. എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ മാത്രമേ നല്ല ഗൃഹവിചാരകന്മാരായി നമ്മൾ പരസ്പരം നമുക്ക് ശുശ്രൂഷിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപ അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന എന്ത് താലന്ത് തന്നെ ആയിരുന്നാലും നമ്മൾ പരസ്പരം ദൈവസഭയുടെ അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ശുശ്രൂഷിക്കേണ്ടതാകുന്നു. എങ്കിൽ മാത്രമേ സഭയ്ക്ക് പൂർണ്ണതയുള്ളൂ. സഭ പൂർണ്ണത വരണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പരസ്പരം ഒന്നുപോലെ നമ്മൾ ശുശ്രൂഷിക്കുന്നവരാണ്. 1 കൊരിന്ത്യർ 4:1-2 കൂടെ ഒന്ന് വായിക്കാം. അങ്ങനെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. എന്താണ്? ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരാണ് നമ്മൾ അല്ലെ? നമ്മെ ഒരു സഭയിൽ ദൈവം വെച്ചിരിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചില ശുശ്രൂഷകളുണ്ട്. ഞാൻ നാളെ ചെയ്യാൻ കർത്താവ്, അല്ലെങ്കിൽ ഞാൻ കർത്താവ് അടുത്ത ആഴ്ച, എനിക്ക് ഇന്ന് പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മൾ കർത്താവിന്റെ വേല ആ സമയം മുടക്കുന്നതാണ് അല്ലേ? അപ്പൊ ഇവിടെ പറയുന്ന ഞങ്ങളെ ക്രിസ്തുവിന്റെ ശുശ്രൂഷകന്മാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരും എന്നിങ്ങനെ ഓരോരുത്തരും എണ്ണിക്കൊള്ളട്ടെ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യം കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ഒരു സമയമുണ്ട്. നിന്നെ ഏൽപ്പിച്ചത്, അതാണ് ആ താലന്തുകൾ കൊടുത്തവന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ഏൽപ്പിച്ച കാര്യം നീ എപ്പോഴും എത്ര കൃത്യമായിട്ട് നീ ചെയ്തു. അടുത്ത വാക്യം, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം എന്ന്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ച കാര്യം സഭയിൽ ദൈവം നമ്മെ സഭയിൽ ദൈവം അറിയാതെയല്ല ഇതിനകത്ത് നമ്മളെ ഓരോരുത്തരും കൊണ്ടുവന്നത്. ദൈവം അറിയാതെയല്ല നമുക്ക് തന്നിരിക്കുന്ന കൃപ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന കൃപകള് തക്ക സമയത്ത് നമ്മൾ സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ആ നല്ല ഗൃഹവിചാരകന്മാരായി നമ്മൾ ഓരോരുത്തരും ദിവസങ്ങളിൽ മാറിയിരിക്കണം. ഗൃഹവിചാരകന്മാരിൽ അനുഷ്ഠിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. നമ്മൾ ഓരോരുത്തരും നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വസ്തരായിരുന്നാൽ
നമ്മുടെ സഭയിൽ നമ്മൾ ഓരോരുത്തരും ക്രിസ്തു തലയും നമ്മൾ ഓരോരുത്തരും അവയവങ്ങളായിരിക്കുമ്പോൾ ഒരവയവം അതിൽ നിന്ന് മാറിയിരുന്നാൽ ഒരു കുറവ് ഇവിടെ വരുമെങ്കിൽ കർത്താവ് എന്നോട് ചോദിക്കണം. കർത്താവിന് ഞാൻ കണക്ക് കൊടുക്കണം. അവിടെ ചെല്ലുമ്പോൾ ഞാൻ കർത്താവിന് കണക്ക് കൊടുക്കണം. അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾ നാളെ ആവട്ടെ കർത്താവ്, ഞാൻ നാളെ ചെയ്യാം. ഇന്ന് എനിക്ക് ക്ഷീണം, എത്ര ക്ഷീണമാണ് ഞാനിവിടെ നിൽക്കുക, എനിക്ക് ഒരുപാട് ക്ഷീണമുണ്ട്. സംസാരിക്കാൻ പോലും എനിക്ക് ഒരു പ്രയാസം, നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും, ഒരു വിറയിൽ എനിക്കുണ്ട്. പക്ഷേ നമ്മളെ ഏൽപ്പിച്ച കാര്യം, നമുക്ക് ആരോഗ്യം തരുന്നിടത്തോളം കാലം ആ കർത്താവിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ എപ്പോഴും നമ്മൾ ഒരുങ്ങിയിരിക്കുന്നവരായിരിക്കണം. അതുകൊണ്ട് ഇവിടെ നമ്മൾ ഈ വായിച്ചതുപോലെ നാം എന്ത് ചെയ്തിരുന്നാലും, വേറെ സ്ഥലത്ത് പോയി തിന്നാലും കുടിച്ചാലും സകലം ദൈവത്തിന് മഹത്വത്തിനായിരിക്കട്ടെ. ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ ദൈവത്തിന് മഹത്വത്തിനായിരിക്കട്ടെ. ഒരു പ്രവൃത്തി കർത്താവിന് നമ്മൾ ചെയ്താൽ അത് ദൈവത്തിന് മഹത്വത്തിനായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് എല്ലാറ്റിനും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. എന്തുകൊണ്ട്? മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. മഹത്വം അവനുള്ളത്, ബലം അവനുള്ളത്, സകല പുകഴ്ച അവനുള്ളത്, ഒന്നും നമുക്കുള്ളതല്ല. ഈ സകലതും അവനുള്ളതാണ്. ആമേൻ പറഞ്ഞിട്ട് അതേ കർത്താവേ, സകലതും അത് നിനക്കുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ ഒന്നുകൂടി ഉത്സാഹിക്കുക. പല പ്രശ്നങ്ങളും പലതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്, ആർക്കും ഇല്ലാതെയില്ല. പക്ഷെ നമ്മൾ ഒന്നുകൂടി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഒന്നുകൂടി ഒരുങ്ങുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.